ഇത് ഞങ്ങളുടെ ട്രിപ്പിൻ്റെ 3rd പാർട്ടാണ്. അപ്പോൾ ഫസ്റ്റും സെക്കൻഡും കണ്ടിട്ടില്ലാത്തവർ പോയി കാണുക. അപ്പോൾ ഞങ്ങൾ വാഗമണ്ണാണ് വന്നിട്ടുള്ളത്. കഴിഞ്ഞ വീഡിയോ പറഞ്ഞ പോലെ ദിസ് ഇസ് ആ റിസോർട്ട്, കൊക്കോപെല്ലി ഹിൽ റിസോർട്ടാണ്. ഇത് വാഗമൺ ടൗണിൻ്റെ അടുത്ത് തന്നെയാണ്. ഒരു 800 മീറ്റേഴ്സ് അടുത്താണ് ഈ റിസോർട്ട്. ഇതാണ് ഞങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്ത റൂം. ഞങ്ങൾ ഡീലക്സ് റൂമാണ് എടുത്തത്. പിന്നെ അവർ ആക്സസറീസൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, വാട്ടർ, ബേസിക് ആയിട്ടുള്ള എല്ലാ സാധനവും അവർ പ്രൊവൈഡ് ചെയ്ത്. റൂമൊക്കെ നല്ല ഓക്കെ ആയിരുന്നു, അത്യാവശ്യം സ്പേഷ്യസ് ആണ്. പിന്നെ ഞങ്ങൾ ഫസ്റ്റായിട്ട് മെയിനായിട്ട് പൂളിലിറങ്ങി. ഭയങ്കര തണുപ്പായിരുന്നു വെച്ചാൽ വിറച്ചൊരു പരുവായി. പിന്നെ പെട്ടെന്ന് അതിൽ നിന്നൊക്കെ കയറിയിട്ട് ഞങ്ങൾ അടുത്ത ഡെസ്റ്റിനേഷനിലോട്ട് പോവുകയാണ്. കണ്ടു ഗൈസ്, ഒരു കുന്നിൻ്റെ മണ്ടയിലാണ് ഈ റിസോർട്ട്. നല്ല വ്യൂ ഒക്കെ ഉണ്ടായിരുന്നു. കണ്ടു, ഒരു നല്ല കുത്തിറക്കമുണ്ട്. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല, പക്ഷെ നല്ല കുത്തിറക്കമുണ്ട്. അങ്ങനെ ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ടീ ലേക്ക് വ്യൂ പോയിൻ്റ്. അപ്പോൾ ഞങ്ങൾ അവിടെ എത്തിയപ്പോഴത്തേക്കും ലിറ്ററലി ക്ലോസിങ് ടൈമായി. പക്ഷേ എന്നാലും ഞങ്ങൾ അകത്ത് കയറിയിട്ടുണ്ടായിരുന്നു. അവിടെ നല്ല വ്യൂ ആണ്, ലേക്ക് വ്യൂ. പിന്നെ സൂര്യനൊക്കെ അസ്തമിക്കുന്ന ടൈമായിരുന്നു. സോ നല്ല രസമായിരുന്നു. പിന്നെ നല്ല തണുത്ത കാറ്റുണ്ടായിരുന്നു. ഞാൻ നല്ല ജാക്കറ്റൊക്കെ ഇട്ടിട്ടാണ് പോയത്. പക്ഷേ മോക്ക് നല്ല തണുക്കുന്നു എന്ന് പറഞ്ഞിട്ട് നമ്മൾ പൂളിലൊക്കെ ഇറങ്ങിയതല്ലേ, അപ്പോൾ കുറച്ചും കൂടെ തണുപ്പുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ അവൾ മേടിച്ചത് ആ ജാക്കറ്റ് ഇട്ടുകൊണ്ടാണ് പോയത്. പിന്നെ കുറച്ച് നേരം ഞങ്ങൾ അവിടെ നിന്ന് കുറച്ചധികം ഫോട്ടോസൊക്കെ എടുത്തു. നല്ല ബ്യൂട്ടിയൊക്കെ എക്സ്പീരിയൻസ് ചെയ്തിട്ട് ഞങ്ങൾ വീണ്ടും നെക്സ്റ്റ് പോയിന്റിലോട്ട് പോവുകയാണ്. നെക്സ്റ്റ് പോയിന്റ് വന്നിട്ട് കരിക്കാട് വ്യൂ പോയിൻ്റാണ്. ഇതും അത്യാവശ്യം നല്ല വ്യൂ കിട്ടുന്ന പോയിൻ്റാണ്. ഇതൊരു ജാഗറിൻ്റെ സ്ട്രക്ചറൊക്കെ വെച്ചിട്ടുണ്ട്. അങ്ങനെ കുറച്ച് നേരം അവിടെ നിന്നപ്പോഴത്തേക്കും പിന്നെ അവിടെ ഇത് കോളേജ് പിള്ളേരാന്ന് തോന്നുന്നു, അറിയില്ല, അവരുടെ ഡാൻസും പാട്ടൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളൊരു സൈഡിൽ ഒതുങ്ങി ഫുഡ് എന്തെങ്കിലും കഴിക്കാൻ നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ എന്തെങ്കിലുമൊക്കെ കഴിയും, കാരണം ഉച്ചയ്ക്ക് ഇച്ചിരി ചോറാണ് കഴിച്ചിരുന്നത്. അപ്പോൾ എന്തായാലും കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ഒരു ബ്രെഡ് ഓംപ്ലേറ്റ്, ഒരു വെജ് മാഗിയാണ് മേടിച്ചത്. പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഈ 2 സാധനം എനിക്കിഷ്ടപ്പെട്ടു. പിന്നെ മാഗി പറയണ്ടല്ലോ, നല്ല ടേസ്റ്റായിരുന്നു. വീട്ടിലുണ്ടാക്കുന്ന പോലെയല്ല. പിന്നെ അങ്ങനെ ഞങ്ങൾ തിരിച്ച് റിസോർട്ടിൽ പോകുന്ന വഴിക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ഫേമസ് കടയുണ്ട്, ജബാൻ്റെ തട്ടുകട. അവിടെ നിന്ന് ഞാൻ ഈ ബീഫ് ബിരിയാണി ഇത് ആദ്യമായിട്ടാണ് ട്രൈ ചെയ്യുന്നത്. അപ്പോൾ മുന്നേ വന്നിട്ടുണ്ട്, അപ്പോൾ കൊള്ളാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണ് മേടിച്ചത്. പക്ഷെ കൊള്ളാൻ നല്ല ടേസ്റ്റായിരുന്നു. പിന്നെ പൊറോട്ടയും ബീഫ് ഫ്രൈയും അപ്പവും ചിക്കൻ കറിയും ഒക്കെ മേടിച്ചു. ഇതാണ് ഇതിൻ്റെ ബാക്ക് സൈഡാണ് ഈ കടയുടെ. പക്ഷേ കണ്ട, ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആകുമ്പോൾ ഇങ്ങനെയൊക്കെയാണല്ലോ. പിന്നെ തിരിച്ച് ഞങ്ങൾ റിസോർട്ടിലെത്തി. അപ്പോൾ എന്തായാലും കിടക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. എല്ലാവരും സെറ്റായിട്ട് കിടന്നിട്ടുണ്ട്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ വീണ്ടും പാർട്ട് 4 ഉണ്ട് ഗൈസ്. അപ്പോൾ അതൊരു പുതിയ വിശേഷമായിട്ട് വീണ്ടും കാണുന്നവരെ സ്റ്റേ ട്യൂൺ. ബൈ ബൈ ആൾ, ലവ് യു.